വാട്സ്ആപ്പ് എവരി വൺ. അപ്പോൾ ഇന്ന് നോവോക്കെയിൻ എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസും പ്ലസ് ഡ്യൂൺ പാർട്ട് 2 IMAX എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓവറോൾ റിവ്യൂ ആയിരിക്കും ഇത്. അപ്പോൾ ആദ്യം നമുക്ക് നോവോക്കെയിൻ എന്ന് പറയുന്ന സിനിമ വെച്ച് തുടങ്ങാം. ഈ സിനിമയ്ക്കകത്ത് സ്റ്റാർ ചെയ്യുന്നത് ജാക്ക് ക്വയ്ഡ്, ആംബർ മിഡ്തണ്ടർ, ജേക്കബ് ബാറ്റ്ലോൺ. അപ്പോൾ അവരുടെ പെർഫോമൻസിനെ പറ്റി എനിക്ക് എന്ത് തോന്നി, അല്ലെങ്കിൽ സിനിമയുടെ ഓവറോൾ എങ്ങനെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു സിനോപ്സിസ് പോലെ ഇത് പറയാനാണെങ്കിൽ, ഇതിനകത്ത് ജാക്ക് ക്വയ്ഡ് പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരാണ് നേത്തൻ കെയ്ൻ. അപ്പൊ ഈ നേത്തൻ കെയ്ൻ എന്നുള്ള ഒരു ആൾക്ക് ലീപ്പ അല്ലെങ്കിൽ LIPA എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അപ്പൊ ആ ഡിസീസ് കാരണം ഇയാൾക്ക് പെയിൻ ഒന്നും ഫീൽ ചെയ്യില്ല, ഫിസിക്കൽ പെയിൻ ഒന്നും തന്നെ ഇയാൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്താലും, എന്ത് വെച്ച് ഇടിച്ചാലും, എന്ത് വെച്ചടിച്ചാലും, കുത്തിയാലും, വെടിവെച്ചാലും ഫിസിക്കലി അത് എഫക്ട് ചെയ്യുന്നുണ്ട്, ബോഡീനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്ക് പെയിൻ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ എങ്ങനെയാണ് ജാക്ക് ക്വയ്ഡ് പ്ലേ ചെയ്യുന്ന ഈ നേത്തൻ കെയ്ൻ എന്നുള്ള ക്യാരക്ടറിന്റെ ഈ പെയിൻ ഇല്ലാത്ത കാര്യം അയാൾ എങ്ങനെയാണ് ഒരു സൂപ്പർ പവറായിട്ട് യൂസ് ചെയ്ത് അയാളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ സിനിമ ബേസിക്കലി ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഈ ആംബർ മിഡ്തണ്ടർ എന്നുള്ള ഫീമെയിൽ ആക്ട്രസ് ആണ് ഇതിനകത്ത് ജാക്ക് ക്വയ്ഡിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ള ഒരു രീതിക്കാണ് പുള്ളിക്കാരിയുടെ ക്യാരക്ടർ. പുള്ളിക്കാരിനെ കുറച്ച് റോബേഴ്സ് വന്ന് പുള്ളിക്കാരിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കിഡ്നാപ്പ് ചെയ്യുന്ന റോബേഴ്സിനെ പിടിക്കാനും അവരുടെ അടുത്ത് റിവെഞ്ച് എടുക്കാനും ആംബർ മിഡ്തണ്ടറിന്റെ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരാനുമാണ് നേത്തൻ കെയ്ൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു മോട്ടിവേഷൻ. അപ്പൊ അതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ അതാണ്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി ഇതൊക്കെ ഈ അറ്റാക്സ് ഒക്കെ സർവൈവ് ചെയ്യുന്നു. കാരണം ഇത് ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇതൊരു 18+ സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് വയലൻസ് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഈ വയലൻസ് ഉള്ളതാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ വയലൻസ് നടക്കുമ്പോൾ പുള്ളിക്ക് പെയിൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ വെടിവെച്ചാലും പെയിൻ ഫീൽ ചെയ്യില്ലെങ്കിൽ പോലും അത് ഫിസിക്കലി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഈ 18+ ആയിട്ടുള്ള സിനിമയ്ക്കകത്ത് എന്ത് വേണമെങ്കിലും നടക്കാം, വയലൻസിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നടക്കാം. അതെങ്ങനെയാണ് നേത്തൻ കെയ്ൻ്റെ ക്യാരക്ടർ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാക്കും. പക്ഷെ എങ്ങനെയാണ് പുള്ളി ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്രമിസ്. അപ്പോൾ പെർഫോമൻസിലൂടെ വരുവാണെങ്കിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്യാനുള്ള ജാക്ക് ക്വയ്ഡിന്റെ തന്നെയാണ്. പുള്ളിയുടെ ഭയങ്കര ഒരു ഓക്വേർഡ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ജാക്ക് ക്വയ്ഡിന്റെ ഞാൻ കുറെ കാസ്റ്റ് ഇന്റർവ്യൂസും ഈ സിനിമേന്റെ ഇന്റർവ്യൂസും ഒക്കെ ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എടുക്കുന്നതിന് മുമ്പേ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്തുനിന്ന് അതിനകത്തെ വാൾട്ടർ മിറ്റിയുടെ ക്യാരക്ടറിൽ നിന്ന് കുറെ ഇൻസ്പിറേഷൻ എടുത്താണ് ഈ സിനിമയിലെ നേത്തൻ കെയ്ൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കിയേക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്നുള്ളത്. അതിനകത്തും വാൾട്ടർ മിറ്റി എന്നുള്ള ക്യാരക്ടർ തന്നെ ഭയങ്കര ഓക്വേർഡായിട്ടും ആൾക്കാരുടെ അടുത്ത് ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഭയങ്കര ഓക്വേർഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത്രയും ഓക്വേർഡായിട്ട് കാണിച്ചിട്ടില്ല ഈ സിനിമയ്ക്കകത്ത്. പക്ഷെ എന്നാൽ പോലും കുറേയൊക്കെ ഒരു വാൾട്ടർ മിറ്റി ടച്ച് ഉണ്ട് ഈ നേത്തൻ കെയ്ൻ്റെ ക്യാരക്ടറിന്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ലൈഫ് ചേഞ്ചിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ അത് ഇത്തിരി ഓർമ്മ വരുന്നുണ്ട്, അതൊരു നല്ല കാര്യമായിരുന്നു. അപ്പോൾ ജാക്ക് ക്വയ്ഡിൻ്റെ പെർഫോമൻസ് അടിപൊളി. പുള്ളി ഭയങ്കര നന്നായിട്ട് തന്നെ ഒരു ഓക്വേർഡാണ്, ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അതേ സെയിം കാര്യം തന്നെ ജേക്കബ് ബാറ്റ്ലോൺ നമ്മുടെ ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. നെഡ് ലീഡ്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് സ്പൈഡർമാൻ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. നേത്തൻ കെയ്ൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഇതിനകത്ത് അടിപൊളിയായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോഴും ഹോളിവുഡിലെ കുറേ സിനിമകൾ ഇന്ത്യൻസിന് അത്ര ഹിറ്റ് ചെയ്യാറില്ല എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. കാരണം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഈ ഹോളിവുഡ് സിനിമയ്ക്കകത്ത് കോമഡി പോർഷൻസ് വരുമ്പോൾ അവിടെ ഞാൻ ഈ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കാണും സിനിമ OTT ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ഭയങ്കര ചിരിയായിരിക്കും ഈ സീനൊക്കെ കാണുമ്പോൾ. പക്ഷെ അതേസമയം ഞാൻ ആ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇരിക്കുമ്പോൾ കുറേ പേര് ഇന്ത്യൻസ് എസ്പെഷ്യലി കോമഡി സീൻസൊക്കെ വരുമ്പോൾ അവർക്ക് ആ ജോക്കൊന്നും അത്ര വർക്കൗട്ട് ആവാത്തതുപോലെ എനിക്ക് കുറേ തോന്നിയിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ഞാൻ പോയ സമയത്ത്, ഇത് സെൻട്രൽ സ്ക്വയർ സിനിപോളിസിലാണ് ഞാൻ പോയത്, 15 പേര് മാത്രമേ സിനിമ കാണാനുണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ കുറച്ച് ആഴ്ചയായി ഈ സിനിമ ഇറങ്ങിയിട്ട്. അത് മാത്രമല്ല ഇതൊരു ഒരു മിഡ് ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മാർക്കറ്റിംഗ് ഉള്ള ഒരു സിനിമ അല്ല ഇത്. 15 പേര് മാത്രം തിയേറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ 15 പേര്
ചിരിയോട് ചിരിയായിരുന്നു. ഭയങ്കര, ഞാൻ ഇത്രയും എനിക്ക് ചിരി വരുന്നില്ല എന്നല്ല, എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പുറകെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു. അത്രയും ഭയങ്കര ഒരു തിയേറ്റർ 15 പേരുണ്ടായിട്ട് പോലും ഇത്രയും നന്നായിട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഞാൻ കുറേ നാളെ ഇങ്ങോട്ട് കാണുന്നത്. എസ്പെഷ്യലി ഞാൻ ലാസ്റ്റ് ഇങ്ങനത്തെ ഓഡിയൻസ് കണ്ടേക്കുന്നത് ഡെഡ്പൂൾ ആൻഡ് വുൾവറൈൻ എന്ന് പറഞ്ഞ മാർവലിൻ്റെ സിനിമയ്ക്കാണ് ഇത്രയും ഒരു കോമഡി സീൻസിന് ഇത്രയും റെസ്പോൺസ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു മിഡ് ബഡ്ജറ്റ് സിനിമയ്ക്കൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ. പിന്നെ സംസാരിക്കാനുള്ളതാണ് ആംബർ മിഡ് തണ്ടറിൻ്റെ ആക്ടിങ്. പുള്ളിക്കാരിൻ്റെ ആക്ടിങ് എനിക്ക് പേഴ്സണലി ഇഷ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര ഓക്കെ ആക്ടിങ് ആയിട്ട്, പ്രത്യേകിച്ചൊന്നും ആക്ടിങ് വൈസ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെങ്കിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ആക്ടിങ് ആയിരുന്നു. പക്ഷെ ഫിലിമിന് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ചീത്തയാണെന്നല്ല, ഫിലിമിന് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും പുള്ളിക്കാരിയുടെ ആക്ടിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഡയറക്ടേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ ഡാൻ ബർഗ് ആൻഡ് റോബർട്ട് ഓൾസൺ എന്നാണ്. അങ്ങനത്തെ 2 പേരാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് തന്നെ എടുത്ത് പേസിങ് വളരെ നല്ല പേസിംഗ് ആണ്. ഒട്ടും ഒരു സ്ഥലത്ത് സ്ലോ ആയിട്ടോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുന്ന പോലെ ലാഗോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇത് സിനിമ ഭയങ്കര പറന്ന് പോകുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് പോകും സിനിമ. ഇതാകെ 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ സിനിമ. ഭയങ്കര ചെറിയ സിനിമയാണ്. അപ്പോൾ പെട്ടെന്ന് സിനിമയുടെ പേസിങ് വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ റൺ ടൈം അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഓവറോൾ ഒരു റേറ്റിംഗ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 5-ൽ 4.5 സ്റ്റാർസ് അല്ലെങ്കിൽ ഒരു 4.3 സ്റ്റാർസ് അതാണ് നോവോക്കെയിന് കൊടുക്കുന്നത്. ഇത് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പോയി കാണാം. OTT കണ്ടാലും സീനൊന്നും ഇല്ല. തിയേറ്ററിൽ കണ്ടില്ലേൽ ഭയങ്കര പ്രശ്നമാണെന്നോ അങ്ങനെയൊന്നുമില്ല. OTT കണ്ടാലും സീനില്ല. അപ്പോൾ ഇനി സംസാരിക്കാനുള്ളതാണ് ഡ്യൂൺ പാർട്ട് 2 IMAX. എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? സിനിമേനെ പറ്റി ഇതൊരു സിനിമ റിവ്യൂ അല്ല, ഡ്യൂൺ പാർട്ട് 2ൻ്റെ മൂവി റിവ്യൂ അല്ല ഇത്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ഈ സിനിമേനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്യൂൺ പാർട്ട് 2 സിനിമേനെ പറ്റി ഞാൻ പോകുന്നില്ല. പക്ഷേ സംസാരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് സിനിമേനെ പറ്റിയല്ല, തിയേറ്ററിനെ പറ്റിയാണ്, അല്ലെങ്കിൽ സിനേപോളിസിനെ പറ്റിയാണ്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂൺ പാർട്ട് 2 IMAX റിലീസ് ചെയ്യുന്നതിന് തലേ ദിവസം പാർട്ട് 2 ഇടുന്നതിന് അവർ പാർട്ട് 1 കൊണ്ട് ഇട്ട് വെച്ച്. അവർ ബുക്ക് മൈ ഷോയിലൊന്നും ആഡ് ചെയ്തില്ല. ആദ്യം സിനേപോളിസിൻ്റെ ആപ്പിൽ മാത്രം ഡ്യൂൺ പാർട്ട് 1 ഇട്ട് വെച്ച്. എന്നിട്ട് കുറേ പേര് അതെടുത്ത് ഡ്യൂൺ പാർട്ട് 1 ബുക്ക് ചെയ്തു. സാധാരണ ഒരു ടിക്കറ്റ് അല്ല ഇത്, സാധാരണ തിയേറ്റർ അല്ല ഇത്, IMAX ആണ്. അപ്പോൾ 500, 600, 650 ആ റേറ്റിൻ്റെ ഒക്കെ ഇടയ്ക്കാണ് ഒരു IMAX ടിക്കറ്റ് വരുന്നത്. ഇങ്ങനത്തെ റേറ്റായിട്ട് അവർ ഡ്യൂൺ 2-ന് വരെ ഡ്യൂൺ പാർട്ട് 1 ഇട്ട് വെച്ച് ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് അവർ റീഫണ്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ ഒരു തിയേറ്റർ റൺ ചെയ്യുമ്പോൾ മാനേജ് ചെയ്യേണ്ടത്? അപ്പോൾ അതെനിക്ക് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇവരുടെ സിനേപോളിസിൻ്റെ ആപ്പായാലും ഒന്നിനും കൊള്ളാത്ത ഒരു ആപ്പാണ് സിനേപോളിസിൻ്റെ ആപ്പ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കായില്ലേ, ഇങ്ങനെ ബുക്ക് ചെയ്താലും ബുക്ക് ആവില്ലാത്ത പോലെ കാണിക്കും. ബുക്ക് ചെയ്യാത്ത സീറ്റാണെങ്കിൽ ബുക്ക് ചെയ്തതുപോലെ കാണിക്കും. എന്തൊക്കെയോ സംഭവിക്കുക ഇവരുടെ ആപ്പിലും. അവർ ബുക്ക് മൈ ഷോയിൽ സിനിമ ഇടുന്നില്ല, സിനേപോളിസിൽ ഇടുന്നു. പക്ഷേ അതാണെങ്കിൽ പാർട്ട് 2-ന് വരെ പാർട്ട് 1 കൊണ്ട് ഇടുന്നു. എന്നിട്ട് ഇവർ രാവിലെ, സൺഡേ ആണോ എനിക്ക് ഏത് ദിവസം ഒന്നും ഓർമ്മയില്ല, പക്ഷേ ഇവർ ഷോ ഇട്ട ദിവസം രാവിലത്തെ ഷോസ് മൊത്തം ക്യാൻസൽ ചെയ്ത്. അതും ആൾക്കാരൊക്കെ ഇത്രയും ദൂരത്ത് മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത്രയും ദൂരെ വരുന്നവരാണ്. അല്ല അടുത്തുനിന്ന് ഇവിടെ MG റോഡിൽ നിന്ന് വരുന്നവരൊന്നും അല്ല. കേരളത്തിൻ്റെ അങ്ങേ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരാണ് ട്രെയിനും ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഇങ്ങോട്ട് വന്ന് ഈ സിനിമയ്ക്ക് വരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സിനിമ ഇടുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം വേണ്ടി. എന്നിട്ട് പിന്നെ അവസാനം ഡ്യൂൺ പാർട്ട് 2 ഞാൻ പോയി കണ്ട് IMAX-ൽ. എൻ്റെ ഇതിപ്പോൾ 22ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഡ്യൂൺ പാർട്ട് 2 എന്നുള്ള സിനിമ കാണുന്നത്. ഞാൻ ഇത് 4ാമത്തെ പ്രാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബാക്കിയെല്ലാം ഞാൻ OTT-യിലാണ് കണ്ടേക്കുന്നത്. 2 പ്രാവശ്യം 4DX-ഉം 1 പ്രാവശ്യം വനിതാ വിനീതയിൽ ഞാൻ പോയി കണ്ടതാണ് ഈ സിനിമ. എന്നിട്ടാണ് ഞാനിപ്പോൾ IMAX-ൽ വന്നപ്പോൾ ഇത് പോയി കണ്ടത്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഭയങ്കര റിഗ്രറ്റ് അടിച്ച് ചെയ്ത് IMAX-ൽ പോയി കാണാൻ പറ്റിയില്ല എന്നുള്ളത്. അത് എൻ്റെ അടുത്ത് തന്നെ പ്രോമിസ് ചെയ്തൊരു കാര്യം, ഇത് ഈ സിനിമ എപ്പോഴെങ്കിലും തിരിച്ച് റിലീസ് ചെയ്യുമോ, IMAX-ൽ വരും, എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പോയി കാണുമെന്ന്. അപ്പോൾ ഇത് വന്നതിൽ വളരെ വലിയൊരു ഭാഗ്യം തന്നെ. വന്നു, ഞാൻ പോയി കണ്ട്. എന്നിട്ട് ഇനിയാണ് അടുത്ത കുഴപ്പം വരുന്നത്.
ഞാൻ സിനിമയ്ക്ക് പോയത് 550 രൂപ പേ ചെയ്തിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. പക്ഷേ സിനിമ ഞാൻ പോയി കണ്ടു കഴിഞ്ഞിട്ട് 4 ദിവസമായപ്പോൾ 199 രൂപയാക്കി ഇവർ. ഐമാക്സിൽ ഒരിക്കലും നിങ്ങൾ ഭയങ്കര റെയറായിട്ടാണ് ഐമാക്സിൽ 199 റുപ്പീസൊക്കെ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് പ്രൈസ് കൊടുക്കുന്നത്. അത് ചീത്ത കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ല കാര്യമാണ്. ആ പ്രൈസ് തന്നെ ആയിരിക്കണം വേറെ ബാക്കി എല്ലാ സിനിമയ്ക്കും വരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ കാശ് കുറയ്ക്കണം. ടിക്കറ്റ് 600 രൂപയെന്ന് ഒരു 300 ആക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 400 എങ്കിലും ആക്കി കുറയ്ക്കാമെന്ന് ഞങ്ങൾ തന്നെ എന്തോരം പ്രാവശ്യം സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തും കമൻ്റൊക്കെ ചെയ്തും എല്ലാം ചെയ്തിട്ടും അവർ പ്രൈസ് കുറയ്ക്കുന്നില്ല. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ 199 രൂപയാക്കി പ്രൈസ്. എന്നിട്ട് അവർ അടുത്ത ദിവസമായപ്പോൾ അത്ര ആ റേറ്റ് ആക്കി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവർ ഡ്യൂൺ പാർട്ട് 2 ഐമാക്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഇത് ഇങ്ങനെയാണോ സിനിപോളിസ് മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം? പ്രൈസ് ഇടുമ്പോൾ ആൾക്കാർക്ക് വരാൻ പറ്റുന്ന രീതിക്ക് വേണം പ്രൈസ് ഇടാൻ. അല്ലാതെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ എല്ലാവരും കോടീശ്വരന്മാരാണെന്നാണ്? ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രൈസ് ഇടേണ്ടത്. ഇത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ഐമാക്സിൽ ഇപ്പോൾ എല്ലാ ടിക്കറ്റും എനിക്ക് തോന്നുന്നു. ഏത് സിനിമയാണെന്ന് പോട്ടെ, എത്ര ചീത്തയായാലും എത്ര നല്ല സിനിമയായാലും ഐമാക്സ് വരുന്ന ഒരു ടിക്കറ്റും ഫെയർലി പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ കൂടെ പറയാനുണ്ടായിരുന്നത്. നോവോക്കിനെ അപ്പോൾ കണ്ടവർ പോയി കാണുക, ഭയങ്കര ഒരു ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ് ആയിട്ടുള്ള സിനിമയാണ്. ഡ്യൂൺ പാർട്ട് 2 നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഐമാക്സ് ഉണ്ടെങ്കിൽ പോയി കാണുക. ഇത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം. ഇൻറ്റർസ്റ്റെല്ലറിൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ ഇൻറ്റർസ്റ്റെല്ലറും ഡ്യൂണും ഒക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ഐമാക്സ് പോലത്തെ തിയേറ്റർ കാണാൻ. അത് മിസ് ഔട്ട് ചെയ്യരുത്. മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ മിസ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് മിസ് ഔട്ട് ചെയ്യാതെ പോയി കാണുക. എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയിലായിരിക്കും അടുത്ത് എൻ്റെ റിവ്യൂ വരാൻ പോകണം. അപ്പോൾ അതിന് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് റിവ്യൂ ആസ് വെൽ. ബട്ട് ടിൽ ദെൻ ബൈ.